ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ 3ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ പെയ്ഡ് നോട്ട്സ്, മലയാള നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ക്ലാസ്സിൽ. ഇതിലാദ്യം വരുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും കീഴിലുള്ള കൃഷിയുടെ വികസനത്തെക്കുറിച്ചാണ്. അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്ത് കൃഷി പ്രധാനമായിട്ടും പരമ്പരാഗത രീതിയിലാണ് ചെയ്തിരുന്നത്. പ്രാദേശിക തലത്തിലെ ജമീന്ദാർമാർ ഭൂമി കൈവശം വെച്ച് കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. നികുതി പ്രധാനമായിട്ടും വിളവിൻ്റെ മൂല്യത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പലപ്പോഴും, അതായത് എപ്പോഴും എന്തായിട്ടില്ല, പണമായിട്ടല്ല നികുതി സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ ശേഖരിച്ചിരുന്നത്. പിന്നെയോ പണത്തിന് പകരം അത് ഉൽപ്പന്നങ്ങളായിട്ടും അവർ സ്വീകരിച്ചു. അതായത് ധാന്യം, പച്ചക്കറി, എണ്ണ, വിത്തുകൾ തുടങ്ങിയ കൂടുതലായിട്ട് കാലത്തുണ്ടാകുമ്പോൾ കൃഷി ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ തന്നെ നൽകുന്ന രീതിയും ഉണ്ടായിരുന്നു. ജലസേചനം, അധ്വാനവും കൃഷി രീതികളും എല്ലാം ഉള്ള ഇത് കൽപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു നികുതി അവർ ഈടാക്കിയിരുന്നത്. അപ്പോൾ വിള ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വിളകളുടെ റവന്യൂ റെക്കോർഡുകൾ, അത് ഓരോ കാലത്ത് എത്ര ഉണ്ട്, നികുതി എത്ര പിരിച്ചെടുത്തിരുന്നു, അപ്പോൾ വിളയുടെ അടിസ്ഥാനത്തിൽ നികുതി പിരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ വിളവെടുപ്പ് എത്രത്തോളം അല്ലെങ്കിൽ എത്ര നികുതി പിരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ റെക്കോർഡുകൾ എഴുതി അവർ വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരുന്നു. എന്നാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്തെ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകി അവർ ജലസേചന രീതികൾ അതുപോലെ ജലസേചന രീതികൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ജലസേചന മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിമിതമായ ഉപയോഗങ്ങളൊക്കെ, അത് വലിയ തോതിൽ മെഷീൻ ഉപയോഗിക്കാനില്ല, അപ്പോൾ പരിമിതമായ തോതിലൊക്കെ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജലസേചന രീതികളൊക്കെ അവർ നടപ്പിലാക്കിയിരുന്നു. കൃഷി വ്യവസ്ഥയിൽ കൂടുതൽ വിളകൾ കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഉൽപ്പാദനം വർദ്ധിച്ചു. പഞ്ചസാര, കാപ്പി തുടങ്ങിയ വിവിധ നാണ്യവിളകൾ അവർ കൃഷി ചെയ്തു തുടങ്ങി. ഇതും കൃഷിക്ക് പ്രാധാന്യം നൽകി. അക്ബറിൻ്റെ കാലത്ത് ടോഡർമാൾ സിസ്റ്റം എന്നറിയപ്പെടുന്ന റവന്യൂ സമ്പ്രദായം നടപ്പിലാക്കി. വിളകളുടെ പ്രതിഫലനത്തിനനുസൃതമായിട്ട് നികുതി നടപ്പാക്കപ്പെട്ടു. കർഷകരെ കുടിയാന്മാരുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെറിയ തരത്തിൽ ഇറക്കുമതിക്കായി വേണ്ടിയിട്ട് വിളകളുടെ ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു. മുഗൾ കാലഘട്ടത്തിൽ കൃഷി ഒരു ശാസ്ത്രീയ സമ്പ്രദായത്തിലേക്ക് കടന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഫലപ്രദമായ കൃഷി മൂലം സമ്പത്ത് ആ കാലഘട്ടത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. ഡൽഹി സുൽത്താനേറ്റ് കാലത്ത് പരമ്പരാഗത രീതിയിൽ നിലനിന്നിരുന്നു. എന്നാൽ മുഗൾ വ്യവസ്ഥയായപ്പോൾ കൃഷിരീതികളുടെ സാങ്കേതിക പരിഷ്കാരങ്ങൾ കൃഷിരീതിയിൽ കൊണ്ടുവന്നു. ഇവ ഇന്ത്യയുടെ കാർഷിക അടിസ്ഥാന മേഖലയെ ശക്തമാക്കി മാറ്റി. അതായത് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നപ്പോൾ കൃഷി കൂടുതൽ മെച്ചപ്പെട്ടു. ഇനി നമുക്കതിൽ ജാഗിറുകൾ പതിവായി മാറിയിരുന്ന അക്ബറിൻ്റെ ഒരു നയമാണ് ജാഗിർദാരി സമ്പ്രദായം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് അല്ല കേട്ടോ, അതിൽ പ്രധാനപ്പെട്ടത് മാത്രം പറയാണ്. മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ ജാഗിർദാർമാർക്ക് കമാൻഡർമാരുമായിട്ടും ഭരണാധികാരികളുമായിട്ടൊക്കെ അവർക്കൊക്കെ നൽകിയിരുന്ന സ്ഥലങ്ങളും അതുപോലെ വരുമാന സ്രോതസ്സുകളും ജാഗിർ എന്നാണ് വിളിച്ചിരുന്നത്. ആർക്കൊക്കെയാണ്? ജാഗിർദാർമാർക്ക്, കമാൻഡർമാർക്കും ഭരണാധികാരികൾ നൽകിയിരുന്ന ഭൂമിയെയാണ് ജാഗിർ എന്ന് വിളിച്ചിരുന്നത്. ജമീന്ദാർമാർ തങ്ങളുടെ തദ്ദേശ പ്രദേശങ്ങളിൽ ഏറെ അധികാരം പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ അധികാരം ദുരുപയോഗം ചെയ്യുകയും അതായത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ടായി. കർഷകരിൽ നിന്ന് അനാവശ്യ നികുതികൾ പിരിച്ചെടുക്കൽ, തദ്ദേശപരമായ വിശ്വാസത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഒക്കെ ബാധിക്കുന്ന സമീപനങ്ങൾ എന്നിവ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. അക്ബറുടെ ഭരണകാലത്ത് ജാഗിർദാർമാരെ ഒരു സ്ഥലത്ത് ദീർഘകാലം നിലനിർത്താതിരിക്കാൻ നിയമപരമായി സ്ഥലം മാറ്റം അദ്ദേഹം നടത്തിയിരുന്നു. ഇതിലൂടെ അതിർത്തിയിലുള്ള അധികാരികൾക്ക് സ്ഥിരത ഇല്ലാതാക്കുകയും അവരുടെ സ്വാധീനശേഷി കുറയ്ക്കുകയും ചെയ്തു. അക്ബർ എന്ന ഭരണാധികാരി. ജാഗിർദാർമാരുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും നിരീക്ഷിക്കാൻ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം നിയമിച്ചു. അവരോട് റവന്യൂ ഭരണപ്രവർത്തനങ്ങളും സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുവഴി ജാഗിർദാർമാർ തദ്ദേശീയമായ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് കുറയ്ക്കാൻ അക്ബറിന് സാധിച്ചു. നിയന്ത്രണം മുഴുവൻ കേന്ദ്ര ഭരണകൂടത്തിന് കീഴിലായതുകൊണ്ട് സുസ്ഥിരമായ ഭരണം ഉറപ്പാക്കപ്പെടുകയും ചെയ്തു.
കർഷകരെ അമിതമായ നികുതിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തി. സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം സംരക്ഷിച്ചു. എന്നാൽ ഈ സമ്പ്രദായത്തിന് ചില പോരായ്മകളും ഉണ്ടായിരുന്നു. ഏതിന്? ജാഗിർദാരി സമ്പ്രദായത്തിന്. അപ്പം എന്തൊക്കെയാണ് ഇനി അതിൻ്റെ പോരായ്മകൾ നോക്കുക. ചില ജാഗിർദാർമാർക്ക് ഈ നയം തങ്ങളുടെ വ്യക്തിപരമായ സ്വാധീനത്തിനും സമ്പത്തിനും ഭീഷണിയായിട്ട് തോന്നി. ഭരണത്തിൽ അവരുടെ അസംതൃപ്തി ഉണ്ടാവുകയും ജാഗിർദാർമാരുടെ ചലനാത്മകത അവരെ തദ്ദേശീയര താല്പര്യങ്ങൾ കണക്കിലെടുക്കുന്നതിൽ നിന്ന് അകറ്റുകയും ചെയ്തു. അക്ബറിൻ്റെ ഈ നയം ജാഗിർദാർമാർക്ക് വ്യക്തിപരമായ അധികാരം ശേഖരിക്കുന്നതിൽ വലിയ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും മുഗൾ കാലഘട്ടത്തിലെ കേന്ദ്രഭരണത്തിൻ്റെ ശക്തി നിലനിർത്താനും ഘടനയുടെ സ്ഥിരത ഉറപ്പാക്കാനും ഈ ജാഗിർദാരി സമ്പ്രദായം അദ്ദേഹത്തെ സഹായിച്ചു. തുടർന്ന് അങ്ങോട്ട് കുറേ ഭരണാധികാരികൾ അത് പിന്തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇനി മൻസബ്ദാരി സമ്പ്രദായത്തിലെ സാത്ത് സവാർ എന്ന പദങ്ങൾ താരതമ്യം ചെയ്യാനാണ്. മുഗൾ സാമ്രാജ്യത്തിലെ മൻസബ്ദാരി സമ്പ്രദായം അധികാരികളും സൈനിക നേതാക്കളുടെയും സ്ഥാനവും ഉത്തരവാദിത്വവും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംഭവമാണ് ഈ മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അതിൽ സാത്ത് സവാർ എന്ന 2 പദഘടകങ്ങൾ ഈ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസവും പരസ്പര ബന്ധവുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെന്താണ് സാത്ത് മൻസബ്ദാർമാരുടെ വ്യക്തിഗത പദവിയും സ്ഥാനവും നിശ്ചയിക്കുന്ന ഒരു റാങ്കാണ്. സാത്ത് റാങ്ക് മൻസബ്ദാരുടെ താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായ ശമ്പളവും സാമാന്യ അവകാശവും നിശ്ചയിച്ചു കൊടുത്തു. വ്യക്തിയുടെ ഔദ്യോഗിക സ്ഥാനവും സാമൂഹിക സ്ഥാനവുമാണ് സാത്ത് പ്രതിനിധാനം ചെയ്തത്. കൂടുതൽ സാത്ത് റാങ്ക് ഉണ്ടായിരുന്ന മൻസബ്ദാർമാർ ഉയർന്ന സ്ഥാനമുള്ളവരായിട്ട് കണക്കാക്കുകയും ചെയ്തു. ഇനി സവാർ എന്ന് പറയുന്നതോ? സവാർ എന്നത് മൻസബ്ദാറിൻ്റെ സൈനിക ഉത്തരവാദിത്തങ്ങളും കുതിരപ്പടയുടെ കമാൻഡറായുള്ള സ്ഥിതിയുടെ സൂചകവുമാണ്. സൈനിക പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിയായുള്ള കുതിരപ്പടയാളികളുടെ എണ്ണമാണ് സവാർ സൂചിപ്പിച്ചത്. അതായത് ഓരോ മൻസബ്ദാറും കൈവശം വെക്കേണ്ട കുതിരപ്പടയുടെ എണ്ണമാണ് സവാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൻസബ്ദാർമാരുടെ സൈനിക ശേഷിയും സേനയുടെ നിയുക്ത വലിപ്പവും നിശ്ചയിക്കാൻ സവാർ എന്ന പദം പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. അധിക സവാർ റാങ്കുള്ളവർ കൂടുതൽ സൈനിക ശേഷിയും ബാധ്യതകളും ഉള്ള ആളുകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മൻസബ്ദാരുടെ സൈനിക സർവീസിന് നൽകിയ പ്രാമുഖ്യമാണ് സവാർ റാങ്ക് പ്രകടമാക്കിയിരുന്നത്. ഈ സാത്ത് സവാർ എന്ന വ്യവസ്ഥകൾ മുഗൾ ഭരണകൂടവും മൻസബ്ദാരുടെ സാമൂഹിക സൈനിക സ്ഥാനങ്ങളെ കൃത്യമായിട്ട് സംഘടിപ്പിച്ചു. സാത്ത് ഭരണാധികാരികളുടെ പദവി ഉയർത്തുന്നതിലൂടെ രാജ്യത്തെ ഒരു ശാസ്ത്രീയ സാമൂഹിക ഘടനയാക്കി മാറ്റാനും മുഗൾ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു. സവാർ സൈനിക ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ സഹായിക്കുകയും ചെയ്തു. ഇനി നമുക്കിതിൽ മൻസബ്ദാരി സമ്പ്രദായത്തെ ജാഗിർദാരി സമ്പ്രദായമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പറയാം. ആദ്യം നമ്മൾ മൻസബ്ദാരി സമ്പ്രദായം പറയാം. അപ്പോൾ പറയുമ്പോൾ രണ്ടും നിങ്ങൾക്ക് കിട്ടും. ഈ സമ്പ്രദായം അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചൊരു ഭരണ സംവിധാനമാണ്. അതെ, മൻസബ്ദാരി സമ്പ്രദായം. ഇതൊരു പദവി അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രത്യേക ഒരു പദമാണ് മൻസബ്ദാരി എന്ന് പറയും. അഥവാ ഒരു ഉദ്യോഗസ്ഥൻ്റെ മൻസബ് അടിസ്ഥാനമാക്കിയിരുന്ന നടപടികളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൻസബുമാർക്ക് ശമ്പളമായിട്ട് മുഖ്യമായും പണം കൊടുക്കും. ചിലപ്പോൾ ഭൂമി അഥവാ ജാഗിർ നൽകിയിരുന്നു. അധികാരവും ഉത്തരവാദിത്വവും കൃത്യമായിട്ട് നിർവചിക്കുകയും ചെയ്തിരുന്നു. അതായത് ഓരോ ജാഗിർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പണം കൊടുക്കുമ്പോൾ അതിന് അവർക്കുള്ള അധികാര ഉത്തരവാദിത്വവും കൃത്യമായിട്ട് നിർവചിച്ചിരുന്നു. ഭരണത്തിൻ്റെ നിയന്ത്രണവും സൈനിക സംഘടനയും ഉറപ്പാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇനി ജാഗിർദാർ സമ്പ്രദായമാണെങ്കിലോ, ജാഗിർദാരി സമ്പ്രദായം മൻസബ്ദാരി സമ്പ്രദായത്തോടൊപ്പമുള്ള ഒരു ഉടമസ്ഥതാ സിസ്റ്റമാണ്. ജാഗിർ അഥവാ ഭൂമി കരുതുന്ന ജാഗീർദാർമാർക്ക് തങ്ങൾക്കുള്ള പ്രാദേശിക ആദായം ശമ്പളമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് അനുവദിച്ചിരുന്നത്. അധികാരവും ഉത്തരവാദിത്വവും സംബന്ധിച്ച വ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യത്തിലും, അതായത് ജാഗീർദാരി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രാദേശിക ഭരണത്തിനും ആദായ സമാഹരണത്തിനും അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ സമ്പ്രദായത്തിന് കീഴിൽ ഭരണത്തെക്കാൾ ഭൂമി ഭരണസംബന്ധമായ ഒരു സമ്പത്തായിട്ട് കണക്കാക്കപ്പെട്ടു. ഭരണത്തിനും സാമ്പത്തിക പിന്തുണക്കും ആശ്രയമായിട്ട് പ്രവർത്തിക്കുക എന്നതായിരുന്നു ജാഗീർദാരി സമ്പ്രദായത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മൻസബ്ദാരി സിസ്റ്റം കൂടുതൽ സംഘടിതമാണെങ്കിൽ ജാഗീർദാരി സിസ്റ്റം പ്രാദേശിക ഭരണത്തിന് കൂടുതൽ ചായ്വുള്ള ഒരു സങ്കല്പമായിരുന്നു എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇനി നമുക്കിതിൽ മുഗൾ കാലഘട്ടത്തിലെ ജാഗീർദാരി സമ്പ്രദായത്തിൻ്റെ പ്രവർത്തനവും ചുങ്കം ചുരുക്കി അതിൻ്റെ ജാഗീർദാരി സമ്പ്രദായത്തിൻ്റെ പങ്കുമാണ് നമ്മൾ അതൊന്ന് ചുരുക്കിയിട്ട് നോക്കുകയാണ് നമ്മൾ കേട്ടോ. കുറേ ഉണ്ട് പുസ്തകത്തിൽ, അത്ര നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ എടുത്ത് പറയുകയാണ്. മുഗൾ ഭരണകാലത്തെ ജാഗീർദാരി സിസ്റ്റം ഒരു ഭൂപ്രധാന ധനസമ്പാദന രീതിയാണ്. ഭരണത്തിൽ ഇതിന് പ്രധാന പങ്കുണ്ടായിരുന്നു. ജാഗീർദാർമാർക്ക് ഒരു പ്രത്യേക പ്രദേശം അഥവാ ജാഗീർ ഭരിക്കാൻ അനുവദിച്ചു കൊടുത്തിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭൂനികുതി അവർ തന്നെയാണ് ശേഖരിച്ചിരുന്നത്. അതിൽ നിന്നുള്ള വരുമാനം തൻ്റെ ശമ്പളമായിട്ട് അവർ ഉപയോഗിച്ചു.
ജാഗീർദാർമാർക്ക് സൈനികരെ പരിശീലിപ്പിക്കാനും പരിപാലിക്കാനുമുള്ള ഉത്തരവാദിത്വവും കൂടി നൽകിയിരുന്നു. ജാഗീർദാർമാർ നേരിട്ട് മന്ത്രാലയങ്ങളുടെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കേന്ദ്രഭരണം ഇവരെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ സമ്പ്രദായത്തിൽ ചിലപ്പോൾ അധികാര ദുരുപയോഗവും ഭരണ ദുർബലതയും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മുഗൾ ഭരണത്തിൽ സാമ്പത്തികമായും സൈനികമായും പിന്തുണ നൽകുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിച്ച ഒരു സമ്പ്രദായമായിരുന്നു. ഇനി നമുക്ക് മുഗൾ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന മൻസബ്ദാരി സമ്പ്രദായത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നോക്കുന്നത്. അത് നമുക്കതിൻ്റെ ഗുണങ്ങൾ പറയാം, നേട്ടങ്ങൾ പറയാം. ഒന്നാമത്തതായിട്ട് വ്യവസ്ഥാപിത ഭരണ സംവിധാനം ഉണ്ട് എന്നുള്ളത്. അതായത് മൻസബ്ദാരി വ്യവസ്ഥ ഭരണത്തിനൊരു ഏകീകൃത സംവിധാനമായിട്ട് പ്രവർത്തിക്കുകയും ഉദ്യോഗസ്ഥരുടെ റാങ്കും ചുമതലകളും വ്യവസ്ഥാപിതമായിട്ട് ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്തു. രണ്ടാമത്തത് പദവികൾക്ക് അർഹതയും അടിസ്ഥാന നിയന്ത്രണവും നൽകിയെന്ന്. അതായത് ഉദ്യോഗസ്ഥർക്ക് റാങ്കുകൾ അഥവാ മൻസബ് ചിട്ടപ്പെടുത്തിയത് അവരുടെ കഴിവിൻ്റെയും പ്രവർത്തനക്ഷമതയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് അർഹതയുള്ളവരെ തിരഞ്ഞെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. മൂന്നാമത്തെ നേട്ടം സൈനിക ദൗർബല്യത്തിൽ നിയന്ത്രണം. അതായത് മൻസബ്ദാറുകൾക്ക് നൽകിയ സൈനിക സേനയുടെ സംഖ്യ ഓഡിറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ കള്ളപ്രഖ്യാപനങ്ങൾ കുറയ്ക്കാനും സൈനിക ശക്തി എപ്പോഴും ഉറപ്പാക്കാനും അത് സഹായിച്ചു. പിന്നെ മറ്റൊന്ന് തൊഴിലവസരങ്ങളാണ്. അതായത് മൻസബ്ദാരി വ്യവസ്ഥ പൗരന്മാർക്കും സൈനികർക്കും നല്ല ജോലി ലഭിക്കാനൊരു മാർഗമായിട്ട് കാണാൻ കഴിയും. അഞ്ചാമത്തത് ഭരണത്തിന് ധനസമാഹരണമാണ്. അതായത് മൻസബ്ദാരികൾ തങ്ങൾക്ക് നൽകിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് സൈന്യത്തിന് ചെലവഴിക്കുകയും രാജ്യത്തിന് നികുതി കൊടുക്കുകയും ചെയ്തപ്പോൾ അതൊരു വരുമാന മാർഗമായിട്ട് കാണാൻ കഴിയും. ഇനി അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അധിക സാമ്പത്തിക ഭാരവും നികുതി ദുരുപയോഗവും. അതായത് പല മൻസബ്ദാരികളും സ്വന്തം ധനസമ്പാദനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇത് നികുതി ദുരുപയോഗത്തിനും കർഷകരിൽ അമിതഭാരത്തിനും കാരണമായി. രണ്ടാമത്തത് കേന്ദ്രഭരണത്തിന് നിയന്ത്രണ ശക്തിയുടെ കുറവ്. അതായത് ഈ മൻസബ്ദാരികൾക്ക് പ്രാദേശിക അധികാരങ്ങൾ നൽകിയത് പലപ്പോഴും കേന്ദ്രഭരണത്തെ സാരമായിട്ട് ബാധിച്ചിരുന്നു. മൂന്നാമത്തത് കഷ്ടകരമായ സാമ്പത്തിക നിയന്ത്രണം. സർക്കാർ ചെലവുകൾ കുറയ്ക്കാൻ പ്രയാസമായി വരികയും പ്രത്യേകിച്ച് മൻസബ്ദാരുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്തു. നാലാമത്തത് മൻസബ് നിയമനത്തിലുള്ള രാഷ്ട്രീയ ഭേദഗതികൾ. അതായത് ചില സമയത്ത് അർഹതയേക്കാൾ രാഷ്ട്രീയ ബന്ധങ്ങൾ അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് അത് വ്യവസ്ഥയെ ചിലപ്പോഴെങ്കിലും പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അഞ്ചാമത്തത് തകർച്ചയ്ക്ക് കാരണമായ അപകടം എന്ന് വെച്ചാൽ മൻസബ്ദാരി വ്യവസ്ഥ തകർച്ചകൾ സംഭവിക്കുന്നത് ഭരണവ്യവസ്ഥയുടെ അഴിമതിയും മൻസബുകൾ വിന്യസിച്ചിട്ടുള്ള അസമത്വവും അതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഭരണത്തിൽ പലപ്പോഴും അസമത്വങ്ങൾ ഉണ്ടാകുന്നതിന് അത് ഇടവരുത്തിയിട്ടുണ്ട്. ഇനി ജാഗീർദാരി സമ്പ്രദായത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണ്? ജാഗീർദാരി സമ്പ്രദായത്തിൻ്റെ നേട്ടങ്ങൾ പറയാം. ഒന്ന്, അടിസ്ഥാന ഭരണം ഉറപ്പുവരുത്തലാണ്. അതായത് മുഗൾ ഭരണകൂട ഉപയോക്താക്കൾക്കുള്ള നികുതി ശേഖരണവും ഭരണവും എളുപ്പമാക്കി. രണ്ടാമത്തത് ഭരണ ചെലവ് കുറവാണ്. അതായത് ഈ സംവിധാനം കേന്ദ്ര ഭരണകൂടത്തിന് ഭൂരിഭാഗം ചെലവുകൾ കുറയ്ക്കാൻ സഹായിച്ചു. മൂന്നാമത്തത് പോരാട്ടം തടയലാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താൻ ജാഗീർദാർമാരുടെ സാന്നിധ്യം പലപ്പോഴും ഭരണാധികാരികളെ സഹായിച്ചു. നാലാമത്തത് പട്ടാളത്തിൻ്റെ ചെലവ് നിയന്ത്രണമാണ്. സൈനികർക്ക് സംഭാവന നൽകാനുള്ള ചിലവുകൾ ജാഗീർദാർമാർ ഏറ്റെടുത്തപ്പോൾ അത് ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക ക്ഷമത കൂട്ടി. ഇത്രയാണ് അതിൻ്റെ നേട്ടങ്ങൾ. ഇനി അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് പൊതുജനങ്ങൾക്ക് സാമ്പത്തിക ഭാരം. ജാഗീർദാർമാരുടെ അധിക നികുതിയും അതുപോലെ ചേർന്ന തുകയും പിരിച്ചെടുത്തപ്പോൾ അവർക്കുള്ളൊരു തുകയും കൂടി കർഷകരിൽ നിന്ന് പിരിച്ചെടുത്തപ്പോൾ കർഷകരുടെ സാധാരണ ജനങ്ങളുടെയൊക്കെ സാമ്പത്തിക ജീവിതം ബുദ്ധിമുട്ടിലാക്കി. രണ്ടാമത്തത് ശ്രേണി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തലാണ്. ഈ സംവിധാനം സാമൂഹിക അനീതി വർദ്ധിപ്പിക്കുകയും അനായാസ ജീവിതം വ്യവസ്ഥകൾക്ക് ഈട നൽകുകയും ചെയ്തു. മൂന്നാമത്തത് ഭൂമിയുടെ ദുരുപയോഗമാണ്. ജാഗീർദാർമാർ തങ്ങളുടെ ലാഭത്തിനു വേണ്ടി ഭൂമി ദുരുപയോഗം ചെയ്തു. ഇത് കർഷകരുടെ കാര്യക്ഷമത കുറയ്ക്കുന്നതിനും പരിസ്ഥിതി തകരാറിലാക്കുന്നതിനും ഇടവരുത്തി. നാലാമത്തത് കേന്ദ്രഭരണത്തെ ദുർബലമാക്കലാണ്. അതായത് ജാഗീർദാർമാർ കൂടുതൽ സ്വതന്ത്രവാദികളായപ്പോഴാണ് കേന്ദ്രഭരണത്തിൽ മേൽനോട്ടം കുറയാൻ തുടങ്ങി. അപ്പോൾ അത് കേന്ദ്രഭരണത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നതിനിടവരുത്തി. 5, ഭരണഘടനയിൽ അലക്ഷ്യം. അതായത് ഭരണക്രമവും ജനങ്ങളുടെ ക്ഷേമവും പൂർണ്ണമായിട്ടും ജാഗീർദാർമാർക്ക് കീഴിലായതുകൊണ്ട് ചിലപ്പോഴെങ്കിലും കേന്ദ്രഭരണത്തോട് അവഗണന ആളുകൾക്കുണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായിരുന്ന മറ്റൊരു ദോഷം. ഇത്രയാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. മൊത്തത്തിൽ ചാപ്റ്റർ അങ്ങനെ പറയുന്നതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് കുറേ ആളുകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആക്കി മാറ്റി നോക്കുകയാണ്. ഇനി അതിൽ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മൊത്തത്തിൽ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്സ്.